തൃശൂർ ജില്ലയിലുണ്ടായ അതിശക്തമായ മഴ നാശനഷ്ടതോതിൽ തൃശൂരിന് പ്രത്യേക പരിഗണന. പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. പെൺകുഞ്ഞിന് ജന്മം നൽകിയ യുവതിയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ. ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ട തോതും അനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലാതല മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്ര കണക്കെടുപ്പാണ് നടത്തുന്നത്. നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെയും വെള്ളം കയറിയ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് എടുത്തിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 11,955 വീടുകളിലാണ് വെള്ളം കയറിയത്. പൂർണ്ണമായും 54 വീടുകളും ഭാഗികമായി 1,503 വീടുകളും തകർന്നു. നാശനഷ്ടത്തോത് വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 31-നകം പൂർണ്ണമായ ഇവ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. നഷ്ടമുണ്ടായ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. നഷ്ടമുണ്ടായ മുഴുവൻ പേർക്കും അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ശാസ്ത്രീയമായി നിയമപരമായി ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്ക് സാധാരണ നിലയിൽ ചിന്തിക്കാൻ പറ്റാത്ത അതിഭീകരമായ മഴ ഒരു ഘട്ടത്തിലും ഉണ്ടാകാത്ത അപൂർവമായി ഈ സമയത്ത് നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ്. പക്ഷേ ഏവറേജ് ഒരു ജില്ലയിൽ 134 mm മഴ ഈ 2 ദിവസങ്ങളിലായി പെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ കെടുതികൾ പ്രത്യേകമായി പരിഗണിക്കണം എന്ന് പൊതുവായി സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ റിപ്പോർട്ട് എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെ 31-ാം തീയതിക്കകം നൽകാനായി ജില്ലാ കളക്ടറെ പ്രത്യേകമായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 21-ന് വൈകിട്ട് 5-ന് ജില്ലയിലെ മന്ത്രിമാർ ജില്ലാ കളക്ടർ ചേർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരും. പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ കണക്കെടുപ്പ് കൃത്യമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായി. മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം ശാസ്ത്രീയമായി കണക്കാക്കി നിയമപരമായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂർ ജില്ലയിലെ മഴക്കെടുതി സംബന്ധിച്ച നഷ്ടം പ്രത്യേകമായി പരിഗണിച്ച് പരമാവധി സഹായം ലഭ്യമാക്കാൻ ശ്രമം നടത്തും. പ്രകൃതി ദുരന്തത്തിനാണ് പരമാവധി സഹായം ലഭ്യമാക്കുക എന്നും മനുഷ്യനിർമ്മിതമെന്ന് വസ്തുതാവിരുദ്ധമായി പ്രചാരണം നടത്തരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പൊതുജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും സമയബന്ധിതമായി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു. ഓൺലൈനായി ചേർന്ന അവലോകന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്തു. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുമായി ചേരുന്ന യോഗത്തിൽ നാശനഷ്ടത്തോത് കണക്കാക്കുന്ന നടപടി അന്തിമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദുരിതബാധിതർക്ക് വേഗത്തിൽ നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ADM ടി മുരളി, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. അവശനിലയിൽ കണ്ടെത്തിയ യുവതിക്കായി റെയിൽവേ പോലീസ് ആംബുലൻസ് എത്തിക്കുന്നതിനിടയിൽ പ്രസവിക്കുകയായിരുന്നു. പെൺകുഞ്ഞിന് ജന്മം നൽകിയ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:30 റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ എക്സലേറ്ററിന്റെ സമീപത്ത് വെച്ചാണ് പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ അവശനിലയിൽ യാത്രക്കാരും റെയിൽവേ ജീവനക്കാരും കാണുന്നത്. ജിസ്മി ഗർഭിണിയാണെന്നും പ്രസവവേദനയാണെന്നും തിരിച്ചറിഞ്ഞതോടെ ആശുപത്രിയിൽ എത്തിക്കാനായി ആംബുലൻസ് സേവനം തേടി. എന്നാൽ ആംബുലൻസ് എത്തുന്നതിന് മുമ്പ് യുവതി പ്രസവിച്ചു. ജന്മനാടായ സെക്കന്ദരാബാദിലേക്ക് പോകാനായി എത്തിയ ജിസ്മി ബീഗമാണ് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത്. ഒരു യുവതി പ്രസവവേദനയോടെ കിടക്കുന്നു എന്ന് ക്ലീനിംഗ് സ്റ്റാഫ് അറിയിച്ചതിന് പിന്നാലെയാണ് തൃശൂർ പോലീസ് സ്റ്റേഷനിലെ ASI അജിതകുമാരിയുടെ നേതൃത്വത്തിൽ RPF SI ഗീതു കൃഷ്ണനും പോലീസുകാരായ രേഷ്മയും അർദ്ധനയും അങ്ങോട്ട് പാഞ്ഞത്. റെയിൽവേ പോലീസ് SIമാരായ മനോജ്, സജി ശ്രീരാജ് എന്നിവരും സഹായത്തിനെത്തി. ഓട്ടത്തിനിടയിൽ പോലീസുകാർ ആംബുലൻസും വിളിച്ചിരുന്നു.
യുവതിക്കരികിലെത്തി കൂടി നിന്ന ആളുകളെ മാറ്റുമ്പോഴേക്കും പ്രസവം തുടങ്ങിയിരുന്നു. ക്ലീനിംഗ് സ്റ്റാഫിലെ വിജിതകുമാരിയുടെ നേതൃത്വത്തിൽ കുഞ്ഞിനെ പുറത്തെടുത്തു. മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുന്ന ജിസ്മിയുടെ ഭർത്താവിനെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി. അമ്മയും കുഞ്ഞും ജില്ലാ ആശുപത്രിയിൽ സുഖമായിരിക്കുന്നു. മീഡിയ ടൈം, തൃശൂർ. അമിത വേഗതയിലെത്തിയ കാർ എതിർദിശയിൽ വന്ന സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. മനക്കുളങ്ങര കൊല്ലമ്മാടി വീട്ടിൽ 45 വയസ്സുള്ള സുദർശിനിയാണ് മരിച്ചത്. ഭർത്താവ് രാജൻ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച വൈകിട്ട് ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൊമ്പടിഞ്ഞാൽ ഭാഗത്ത് നിന്ന് വന്നിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. കാർ വരുന്നത് കണ്ട് സ്കൂട്ടർ നിർത്താൻ ശ്രമിക്കുന്നതായും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പരിക്കേറ്റ സുദർശിനി ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞാണ് മരിച്ചത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. കാർ ഡ്രൈവർ കുരിയച്ചിറ സ്വദേശി ജോസിനെതിരെ ആളൂർ പോലീസ് കേസെടുത്തു. മീഡിയ ടൈം, ആളൂർ. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മെറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്തു. എറണാകുളം സ്വദേശി ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിംഗും സർക്കാർ നിയമം മൂലം നിരോധിച്ച മത്സ്യബന്ധന രീതികളാണ്. അഴീക്കോട് ലൈറ്റ് ഹൗസിന് വടക്കു പടിഞ്ഞാറ് 10 നോട്ടിക്കൽ ഭാഗത്ത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിരോധിച്ച പെലാജിക് വലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തി വരവെയാണ് പ്രത്യേക സംയുക്ത പട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പെലാജിക് ട്രോളിംഗിൽ കടലിന്റെ മുകൾ ഭാഗം മുതൽ അടിത്തട്ട് വരെ കിലോമീറ്റർ കണക്കിന് നീളമുള്ള വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധന രീതിയാണ്. ഇത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. തീരെ ചെറിയ മീൻകുഞ്ഞുങ്ങൾ വരെ വളരെ നീളമുള്ള കോഡ് എൻഡ് ഉള്ള വലയിൽ കുരുങ്ങുകയും മത്സ്യസമ്പത്ത് നശിക്കുകയും കടലിന്റെ ആവാസ വ്യവസ്ഥ തന്നെ തകരുകയും ഇതിലൂടെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യലഭ്യത കുറയുകയും ചെയ്യും. ഈ കാര്യങ്ങൾ കണക്കിലെടുത്ത് നിരോധിത വലകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും പെയർ ട്രോളിംഗും കരവലിയും സംസ്ഥാന സർക്കാർ നിയമം മൂലം നിരോധിച്ച മത്സ്യബന്ധന രീതികളാണ്. പിടിച്ചെടുത്ത ബോട്ടിനെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം 1980 പ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കി പിഴയിനത്തിൽ 2.5 ലക്ഷം രൂപ ബോട്ടുടമയ്ക്ക് പിഴ ചുമത്തി. ബോട്ടിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച 50,225 രൂപ ട്രഷറിയിൽ ഒടുക്കി. പരിശോധനാ സംഘത്തിൽ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോൾ, കോസ്റ്റൽ പോലീസ് CI അനൂപ് N, FEO സുമിത, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ, ഷൈബു, ഷിനിൽ കുമാർ, കോസ്റ്റൽ പോലീസ് SI ബിജു ജോസ് എന്നിവർ നേതൃത്വം നൽകി. സീ റെസ്ക്യൂ ഗാർഡ്മാരായ ഹുസൈൻ, വിജീഷ്, പ്രമോദ്, പ്രസാദ്, അൻസാർ, സ്രാങ്ക് ദേവസി മുനമ്പം, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ പകലും രാത്രിയും പരിശോധനകൾ ശക്തമായി തുടരുമെന്നും പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയുന്നതിനായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസും യോജിച്ച് കടലിൽ നിരന്തരം പട്രോളിംഗും ഉണ്ടാകുമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനാഘോഷം ഇന്ന്. വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ശ്രീനാരായണീയർ ജയന്തി ആഘോഷിക്കുന്നത്. എങ്കിലും പകിട്ട് കുറയാതെ ആഘോഷങ്ങൾ നടന്നു. SNDP യോഗം മുകുന്ദപുരം യൂണിയൻ പുത്തഞ്ചിറ മേഖല ഗുരുധർമ്മ പ്രബോധിനി സഭ, ശ്രീനാരായണ ധർമ്മം ട്രസ്റ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ഗുരുപൂജ, ഗുരുജയന്തി സമ്മേളനം, കലാസാഹിത്യ സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നു. യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ CK യുധി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജയന്തി സന്ദേശം നൽകി. യൂണിയൻ സെക്രട്ടറി KK ചന്ദ്രൻ, ദേശീയ അവാർഡ് ജേതാവ് VK ശ്രീധരൻ, വാർഡ് മെമ്പർ MM ഷമേജ്, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് AR ദേവരാജൻ, പുത്തഞ്ചിറ പടിഞ്ഞാറേ മഹല്ല് ഖത്തീബ് അസ്ലം സഖാബി മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. മാള പരനാട്ടുകുന്ന് ശ്രീനാരായണ സമാജം ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. KK പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സതീശൻ ചേന്നാമാക്കൽ അധ്യക്ഷത വഹിച്ചു. CG ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. CG ഗംഗാധരൻ, അനിത വേണുഗോപാൽ, സുജ ജയരാജ്, ബൈജു, ലെനിൻ, KV വിൽസൺ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം, കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനദാനം എന്നിവ നടന്നു. എരവത്തൂർ SNDP ശാഖ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PA ശിവൻ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി ശ്രീനാരായണ അഭേദ ചിന്ത പ്രചാരവേദി സെക്രട്ടറി K ബാബു പ്രഭാഷണം നടത്തി.
ശാഖാ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, മാള SNDP യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ, പ്രസിഡന്റ് PK സാബു, അനിൽകുമാർ, KR ചന്ദ്രബോസ്, AK മോഹനൻ, KC അമർനാഥ്, ബിസ്നി ശശി, ജിഷ വിനോദ്, ഉഷ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പിറന്നാൾ സദ്യ, ഗുരുദേവ കൃതികളുടെ ആലാപനം, സമ്മാന വിതരണം എന്നിവ നടന്നു. തെക്കുംകര കാരുമാത്ര SNDP ശാഖയുടെ നേതൃത്വത്തിൽ തെക്കുംകര ശ്രീകുമാരേശ്വര ക്ഷേത്ര പരിസരത്ത് ഗുരുദേവ ജയന്തി ദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തി. ശാഖാ പ്രസിഡന്റ് TS സുനിൽകുമാർ, സെക്രട്ടറി രാജീവ്, രചന പ്രവീൺ, സൗമിനി എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം ഏറിയാട് കൊണ്ടിയാറ ബസാർ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഓഫീസ് പരിസരത്ത് പതാക ഉയർത്തി. തുടർന്ന് നടന്ന യോഗം പഞ്ചായത്ത് അംഗം ഉണ്ണി പിക്കാസോ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ വിനീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായി. PK ലക്ഷ്മണൻ, NK ബാബു, സന്തോഷ്, സിന്ധു ഉണ്ണികൃഷ്ണൻ, സതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ 170ാമത് ചതയ ദിനാഘോഷവും ഗുരുദർശന അവാർഡ് സമർപ്പണവും നടത്തി. മേത്തല ചള്ളിയിൽ കൃഷ്ണൻ സ്മാരക ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ അധ്യക്ഷനായി. ശ്രീനാരായണ സമാജം മുൻ പ്രസിഡന്റ് CK നാരായണൻകുട്ടി ശാന്തി ഭദ്രദീപം തെളിയിച്ചു. ഡോക്ടർ ആദർശ് C പുരസ്കാര സമൃദ്ധിയുടെ അവലോകനവും KR അമ്പിളികുമാർ പ്രശംസാ സമർപ്പണവും ഉമേഷ് ചള്ളിയിൽ ഉപഹാര സമർപ്പണവും നിർവഹിച്ചു. ബുദ്ധ സമ്യക്കായ ജീവിത വീക്ഷണം എന്ന ഗ്രന്ഥം എഴുതിയ ഷൗക്കത്തിനാണ് ഗുരുദർശന അവാർഡ് സമർപ്പിച്ചത്. നന്ദന KS, അഡ്വക്കേറ്റ് M വിജുകുമാർ, KB സിനി, TS സജീവൻ, EJ ഹിമേഷ്, KK ഗോപി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം, 75 വയസ്സ് പൂർത്തിയായ സമാജം മെമ്പർമാർക്കുള്ള ആദരം എന്നിവ നടന്നു. മാള വലിയപറമ്പ് കുരുവിലശ്ശേരി SNDP ശാഖയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു. ഗുരുപൂജ, ഗുരുകീർത്തനാലാപനം, കുമാരി ഋതുപർണ അവതരിപ്പിച്ച ദൈവദശകം ദൃശ്യാവിഷ്കാരം, ശ്രീ മയൂര കാവടിച്ചിന്ത് അവതരിപ്പിച്ച ഗുരുപ്പാട്ട് എന്നിവ നടന്നു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് അന്നദാനം നടന്നു. SNDP യോഗം കോൾക്കുന്ന് ശാഖയിൽ ഗുരുജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് CK സദാനന്ദൻ അധ്യക്ഷനായി. യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ മുഖ്യാതിഥിയായിരുന്നു. മാള ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ നബീസത്ത് ജലീൽ, ശാഖാ ഭാരവാഹികളായ സൂനജ് ഹരിഹരൻ, ഗംഗാ സജി, സഭാ പ്രസിഡന്റ് ബേബി ഷിലിൻ ചെറിയാമ്പാടത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ക്യാമറ കണ്ണിലൂടെ കൊടുങ്ങല്ലൂരിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്ന KR സതീശന്റെ ക്ലിക്കിന് 4.5 പതിറ്റാണ്ടിന്റെ മിഴിവ്. തീരമേഖലയിലെ വാർത്തകൾക്ക് ചിത്രഭംഗി നൽകുന്ന മാധ്യമ ഫോട്ടോഗ്രാഫറാണ് സതീശൻ. 45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. 1975 ചിങ്ങം 1-നാണ് സതീശൻ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വന്നത്. ആദ്യകാല ഫോട്ടോഗ്രാഫർ ധർമ്മപാലന്റെ ശിഷ്യത്വത്തിലാണ് തൊഴിൽ പഠിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ യാഷിക, മാമിയ എന്നിങ്ങനെ തുടങ്ങി ഇന്ന് അത്യാധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സതീശന്റെ വിരലടയാളം പതിഞ്ഞ ചിത്രങ്ങൾ പതിനായിരങ്ങളാണ്. 45 വർഷക്കാലത്തെ പ്രവർത്തനത്തിനിടയിൽ സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സതീശനെ തേടിയെത്തിയിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിന്റെ ഇന്നലെയെയും ഇന്നിനെയും അടയാളപ്പെടുത്തുന്ന 1000 ചിത്രങ്ങൾ സതീശന്റേതായുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ 3 തലമുറകളെ ക്യാമറയിൽ ഒപ്പിയെടുക്കാനുള്ള അവസരം കൊടുങ്ങല്ലൂരിന്റെ ഈ സ്വന്തം ഫോട്ടോഗ്രാഫർക്ക് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി, മുഖ്യമന്ത്രിമാർ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരുടെ മുഖങ്ങളും സതീശന്റെ ഫിലിമിൽ പതിഞ്ഞിട്ടുണ്ട്. കാലം മാറുമ്പോഴും കൊടുങ്ങല്ലൂരിലെ പൊതു സ്വകാര്യ ചടങ്ങുകളിലെ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമാണ് KR സതീശൻ. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. ഓണം പ്രമാണിച്ചുള്ള സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മറ്റത്തൂർ ചേലക്കാട്ടുകര ഭാഗത്തു നിന്നും ചാരായം വാറ്റുന്നതിനായി തയ്യാർ ചെയ്ത 200 ലിറ്റർ വാഷ് പിടികൂടി. ഇരിഞ്ഞാലക്കുട എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ N ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് കണ്ടെത്തിയത്. ചേലക്കാട്ടുകര മാങ്കുറ്റിപ്പാടം റോഡിനോട് ചേർന്ന് തോടിനരികിൽ രഹസ്യമായി സൂക്ഷിച്ച നിലയിലാണ് വാഷ് കണ്ടെത്തിയത്. പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചതായും ഓണാഘോഷത്തോടനുബന്ധിച്ച് മലയോര മേഖലയിൽ ചാരായം നിർമ്മിക്കുന്നതിനായി പലരും വാഷ് ഉണ്ടാക്കുന്നുവെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും എക്സൈസ് അറിയിച്ചു. കൊടകര സെന്റ് ഡോൺ ബോസ്കോ ഗേൾസ് ഹൈസ്കൂളിന്റെ നേതൃത്വത്തിൽ വായനാശീലം വളർത്തുന്നതിനായി തൃശൂർ ബസ് സ്റ്റോപ്പിൽ പുസ്തകക്കൂട് സ്ഥാപിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ സംഗീത അധ്യക്ഷയായി. വിദ്യാലയത്തിന്റെ വകയായി നിരവധി ബുക്കുകൾ പുസ്തകക്കൂട്ടിൽ നിക്ഷേപിച്ചു.
യാത്രക്കാർ വിശ്രമ സമയത്ത് പുസ്തകങ്ങൾ വായിക്കുക എന്നതാണ് പുസ്തകക്കൂട് കൊണ്ട് ലക്ഷ്യമിടുന്നത്. സ്റ്റാഫ് പ്രതിനിധി MVCB സംസാരിച്ചു. വിനോദ സ്മാരക സാംസ്കാരിക നിലയം ചാലക്കുടി അവാർഡ് ഭവന്റെ നേതൃത്വത്തിൽ കർഷക സംഗമം, ജൈവഗ്രാമം, പദ്ധതി ക്ലസ്റ്റർ രൂപീകരണം എന്നിവ സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സിനു അരിമ്പറുമ്പിൽ അവാർഡ് പദ്ധതികൾ, ജൈവഗ്രാമം എന്നിവയെപ്പറ്റി വിശദീകരിച്ചു. നബാർഡ് പദ്ധതികളെക്കുറിച്ച് നബാർഡ് DDM സെബിൻ ആന്റണി സംസാരിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി, വാർഡ് മെമ്പർ പ്രഭ കൃഷ്ണനുണ്ണി, കൃപ ഓർഗാനിക് മാനേജിംഗ് ഡയറക്ടർ വേണു, ബിൻസി ജോസഫ് എന്നിവർ സംസാരിച്ചു. എറിയാട് ഫാത്തിമ മാതാ ചർച്ച് വിദ്യാഭ്യാസ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വാർഷിക പൊതുയോഗവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. രൂപത വിദ്യാഭ്യാസ ഫോറം ഡയറക്ടർ ഫാദർ ബെന്നി ചിറമേൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജെയിൻ ബാബു അധ്യക്ഷനായി. ഇടവക വികാരി ഫാദർ ബാബു മുട്ടിക്കൽ സമ്മാനദാനം നിർവഹിച്ചു. AO ഡേവിസ്, MJ നിക്സൺ, ED ഫ്രാൻസിസ്, CJ വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. CPIM മുൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന KS മുഹമ്മദിന്റെ 8ാം ചരമവാർഷിക ദിനം സമുചിതമായി ആചരിച്ചു. CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി KR ജൈത്രൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK രമേശ് ബാബു, AS സിദ്ധാർത്ഥൻ, AP ജയരത്നം, മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് മിനി ഷാജി, ഉഷ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അഴീക്കോട് തീരദേശ പോലീസും കടലോര ജാഗ്രതാ സമിതിയും അഴീക്കോട് പുത്തൻചാൽ കൂട്ടായ്മയും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കുമായി സംഘടിപ്പിച്ച ക്യാമ്പ് കൊടുങ്ങല്ലൂർ DYSP K രാജു ഉദ്ഘാടനം ചെയ്തു. അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO NA അനൂപ് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സാദത്ത് മുഖ്യാതിഥിയായിരുന്നു. ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ നദീറ ബാനു സലീം, അംബിക ശിവപ്രിയൻ, സജി വർഗീസ്, അഷറഫ് പൂവത്തിങ്കൽ, ഷമീർ സഹദേവൻ, നൌഷാദ് സിയാദ്, സിജു നന്ദൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ തൃക്കുല ശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവത്ഗീത ഭക്തിയോഗത്തിന് തുടക്കമായി. 3 ദിവസങ്ങളിലായാണ് ഭഗവത്ഗീത ഭക്തിയോഗം നടക്കുന്നത്. ദിവസവും വൈകിട്ട് 6:30 മുതൽ 8:30 വരെ സജി നിസാൻ ഭക്തിയോഗത്തിന് നേതൃത്വം നൽകും. 22 മുതൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിൽ KR അനന്തനാരായണ സ്വാമി ചെന്നൈ യജ്ഞാചാര്യനാകും. സന്ധ്യ ബാലകൃഷ്ണൻ സഹ ആചാര്യായിരിക്കും. വിവിധ ദിവസങ്ങളിലായി ദശാവതാര ചന്ദന ചാർത്തും ഭഗവത്ഗീതയും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും അഷ്ടമി രോഹിണി മഹോത്സവവും നടക്കും. ദശാവതാര ചാർത്തിന് പറവൂർ നാരായൺ പോറ്റി ആചാര്യനാകും. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഒല്ലൂക്കര മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവന ദിനമായി ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനാചരണം കാളത്തോട് പുളിപ്പറമ്പ് സെന്ററിൽ മുൻ MLA TV ചന്ദ്രമോഹനൻ പുഷ്പാർച്ചന നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് K നായർ മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലിൻഡോ രാജൻ അധ്യക്ഷത വഹിച്ചു. CK ഫ്രാൻസിസ്, CA ജോസ്, ജെൻസൺ ജോസ് കാക്കശ്ശേരി, KM അഫാദ്, പ്രിൻസ് പുതുശ്ശേരി, ലിയോ രാജൻ, KK ജേക്കോ, ബിന്നു ഡയസ്, നിതിൻ ജോസ്, നിതിൻ കിഷോർ, ലിംസൺ, ലിജോ ജോസ്, ലിയാസ്, റിയ ബിനു, നിതിൻ ഡാനി ബാബു, ഇമ്മാനുവൽ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴിയും കേരളത്തിന് മുകളിലൂടെ 1.5 കിലോമീറ്റർ ഉയരത്തിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയുമാണ് സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തീവ്ര മഴ കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ ജില്ലയിലുണ്ടായ അതിശക്തമായ മഴ, നാശനഷ്ട തോതിൽ തൃശൂരിന് പ്രത്യേക പരിഗണന. പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ.
തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു. പെൺകുഞ്ഞിന് ജന്മം നൽകിയ യുവതിയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ. ആളൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതി മരിച്ചു. ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.